എടാ, അവൾ പറയുന്നത് നേരാണോ? ഓഫീസ് ക്യാൻറ്റീനിൽ ഇരിക്കുകയായിരുന്നു നഥാനും ലക്ഷ്മണനും. അവളെ കണ്ടാൽ ഒരു കള്ളിയാണെന്നൊന്നും തോന്നില്ല. ഇത് കാറിൽ നിന്നും കിട്ടിയതാ, അവളുടെ ബാഗാണ്. അതിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് എടുത്ത് നഥാൻ ലക്ഷ്മണന് കൊടുത്തു. കാതറിൻ മൈക്കിൾ. ചിലപ്പോൾ അവൾ പറഞ്ഞത് ശരിയാകും. ഇന്നലെ ജി ഗ്രൂപ്പ് ഒരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയല്ലേ എന്ന് കരുതി അയാൾ കയറി പിടിച്ചു കാണും. ലക്കി സർട്ടിഫിക്കറ്റ് നോക്കി പറഞ്ഞു. എടാ, ഏതായി ജി ഗ്രൂപ്പ്? എടാ, നമ്മുടെ അക്കു ആദ്യം ജോലി ചെയ്തിരുന്ന കമ്പനിയാണത്. അവിടുന്ന് റിസൈൻ ചെയ്തിട്ടല്ലേ അവൻ ഇസ്രായേൽ പോയത്. ഓർമ്മ വന്നു. അതിന്റെ MD അല്ലേ അന്നൊരു പെണ്ണ് കേസിൽപ്പെട്ടത്? അയാൾ തന്നെയാകും ഇത്, ലക്കി പറഞ്ഞു. അല്ല, നിന്റെ ഉദ്ദേശം എന്താ? അവളെ വീട്ടിൽ നിർത്താനാണോ? അതിന് പോകാൻ ഒരിടവില്ല. പിന്നെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ അവളോട് വലിയൊരു തെറ്റല്ലേ ചെയ്തേ. ഇറക്കി വിടാമെന്ന് വെച്ചാൽ അതിന് സംസാരശേഷിയില്ലല്ലോ ലക്കി. ഇതേപോലെയൊക്കെ വല്ലവന്റെ കയ്യിൽപ്പെട്ടാൽ ഞാൻ തന്നെ ഏത് നശിച്ച നേരത്താണാവോ, എനിക്കൊന്നും ഓർമ്മയും കിട്ടുന്നില്ല. പിന്നെന്താ ചെയ്യ? അവൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഒരു ജോബൊക്കെ സെറ്റാക്കി കൊടുത്താൽ എൻ്റെ മനസ്സിന്റെ കുറ്റബോധം പാതി കുറയും. ഓക്കെ, ജോബ് സെറ്റാക്കാം. ലക്കി നേരെ നോക്കുമ്പോഴാണ് ആൽവിൻ വരുന്നത് കണ്ടത്. എടാ, നീ ബാഗ് മാറ്റി വെച്ചേക്ക്, ആൽവിൻ വരുന്നുണ്ട്. അവനിതൊന്നും അറിയണ്ട, പെണ്ണിന്റെ മണം അടിച്ചാൽ മതി അവന്. സർട്ടിഫിക്കറ്റ് ബാഗിൽ വെച്ച് നഥാൻ ബാഗ് ടേബിളിന് കീഴിൽ വെച്ചു. എന്താണ് മക്കളെ, നേരത്തെ ചായ കുടിക്കാനിരുന്നോ? ആൽവിൻ കസേരയിലേക്കിരുന്നു. വൻ ബോറടി, ലക്കി പറഞ്ഞു. നിനക്കിതിന്റെ വല്ല ആവശ്യമുണ്ടോ? വെറുതെ വീട്ടിൽ ഇരുന്ന കാശ് കീശയിൽ വീഴും. 5-6 റെസ്റ്റോറന്റ്, ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ടല്ലോ. മോനെ, അതൊക്കെ കുടുംബ സ്വത്താണ്. എന്റെ ചെലവിനുള്ളത് ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ചോളാം. ആ കണക്കാരെയും ബോധിപ്പിക്കണ്ടല്ലോ. ഓ, ആയിക്കോട്ടെ. നഥ, ഇന്ന് അമ്മച്ചിയും അപ്പച്ചനും കോട്ടയം പോവാ. സോ ഞാനിനി നിന്റെ വീട്ടിൽ നിൽക്കാമെന്ന് ആലോചിക്കുക. അവിടെയോ? നഥാൻ ഉറക്കെ പറഞ്ഞു. എന്താടാ, എന്തേ? ഏയ് വേണ്ട, നീ വേറെ സ്റ്റേ നോക്കിക്കോ. എന്ത് ദുഷ്ടനാടാ നീ. ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ അവിടെയല്ലേ വന്ന് നിൽക്കാറുള്ളത്. നമുക്ക് അടിച്ചു പൊളിക്കാളിയാ. ചെലവ് മൊത്തം ഈ ആൽവിനെടുക്കും. വേണ്ട, നഥാൻ പറഞ്ഞു. ആൽവിൻ ഒന്നും മനസ്സിലാകാതെ ലക്കിയെ നോക്കി. ആൽവിൻ, നീ എന്റെ ഫ്ലാറ്റിൽ നിന്നോ? ലക്കി പറഞ്ഞു. അതെന്താ ഇവന്റെ വീട്ടിൽ നിന്നാൽ? എടാ, ഈ മന്ത് റെന്റ് ഞാൻ കൊടുത്തോളാം. റെന്റൊന്നുമല്ല, നീ ലക്കിയുടെ ഫ്ലാറ്റിൽ നിന്നാ മതി. അതെന്തിനാടാ? നിനക്കെന്താ എന്റെ ഫ്ലാറ്റിൽ നിന്നാ? നഥാന്റെ ഒപ്പമേ നീ നിൽക്കുവല്ലോ. ലക്കി ആൽവിനോട് ചൂടായി. ഷെടാ, ശരി, ഞാൻ നിന്റെ കൂടെ നിന്നോളാം. പക്ഷേ രണ്ടും കൂടി എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്റെ അടുത്ത് നിന്ന്. എന്ത്? നഥാൻ ചോദിച്ചു. അതെന്നെ എനിക്കും അറിയേണ്ടത്. ഞാൻ കണ്ടെത്തിക്കോളാം. ആൽവിൻ എഴുന്നേറ്റ് പോയി. മോനെ നഥ, ആ പോയതൊരു കുറുക്കനാണ്, സൂക്ഷിക്കണം. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനാ. നഥാൻ എന്തോ ആലോചിച്ചുകൊണ്ട് മൂളി. നഥ, ലഞ്ച് ടൈമായി. കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന നഥാനോട് ലക്കി പറഞ്ഞു. ഈ മെയിൽ ഒന്ന് നോക്കട്ടെ, നീ പോയി ഓർഡർ ചെയ്തോ? ഓക്കെ. ലക്കി അവിടെ നിന്ന് പോയി. മെയിൽ അയച്ചു കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് നഥാന് കാതറിനെ ഓർമ്മ വന്നത്. അവൾ വല്ലതും കഴിച്ചു കാണുമോ, അതോ ആ ഇരിപ്പിരിക്കുവാണോ? നഥാൻ ആലോചിച്ചു. എന്തോ ഓർത്ത് നഥാൻ ഫോൺ എടുത്ത് വിളിച്ചു. ലാൻഡ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടപ്പോൾ കാതറിൻ ഞെട്ടി. കാതറിൻ എഴുന്നേറ്റ് ലാൻഡ് ഫോണിനടുത്ത് ചെന്ന് നിന്നു. എടുക്കണോ? ആരാകും? കാതറിൻ ആലോചിച്ചു നിന്നു. രണ്ടും കൽപ്പിച്ച് അവൾ ഫോൺ എടുത്തു. ഹലോ ഹലോ കാതറിൻ, ഞാനാണ്. കേൾക്കുന്നുണ്ടോ? കാതറിൻ ശബ്ദമുണ്ടാക്കി. താൻ കഴിച്ചോ? ഫ്രിഡ്ജിൽ എഗ്ഗിരിപ്പുണ്ട്, മിൽക്കും, പിന്നെ കബോർഡിൽ ബ്രെഡുണ്ടാകും. ഓക്കെ, ശരി, ഞാൻ വെക്കുക. ഫോൺ കട്ട് ചെയ്ത് നഥാൻ തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ആൽവിൻ കണ്ടു. ആരോടാ നീ ഫ്രിഡ്ജിൽ എഗ്ഗിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞത്? അതെന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടോ? ആ, എന്റെ ഒപ്പം ഓർഫനേജിലുണ്ടായിരുന്ന കുട്ടിയാ. ഒരു ഇന്റർവ്യൂവിന് വന്നതാ. പെൺകുട്ടിയാണോ? അല്ല, മയിൽക്കുട്ടി. അവന്റെ... നീ എന്താ കഴിക്കുന്നില്ലേ? നിന്നെ കാണാഞ്ഞിട്ട് വിളിക്കാൻ വന്നത് കുഴപ്പമായോ? ആൽവിൻ ചോദിച്ചു.
നടക്കാൽവിൻ. നഥാൻ നടന്നു. ഇവൻ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. കണ്ടെത്തിക്കോളാം ഞാൻ. ആൽവിൻ നഥാന്റെ പിന്നാലെ നടന്നു. കാതറിൻ അലമാര തുറന്നു. അതിൽ നിന്ന് നഥാന്റെ ഒരു ടീഷർട്ടും പാന്റും എടുത്ത് ബാത്റൂമിൽ പോയി. വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവൾ ഷവർ തുറന്ന് അതിനടിയിൽ നിന്നു. കുളി കഴിഞ്ഞിറങ്ങി അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു. ഇന്നലെ നടന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ടവൽ വിരിച്ചിട്ട് കാതറിൻ അടുക്കളയിലേക്ക് ചെന്നു. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ നഥാൻ പറഞ്ഞ പോലെ എഗ്ഗും പാലും ഇരിപ്പുണ്ട്. അവൾ ഫ്രിഡ്ജ് അടച്ചു. കബോർഡ് തുറന്ന് ബ്രെഡ് എടുത്തു. ഒരു കട്ടനുമിട്ട് ബ്രെഡ് കഴിച്ചു. പാത്രങ്ങൾ കഴുകി വെച്ച് കാതറിൻ ഹാളിലേക്ക് വന്നു. ന്യൂസ് പേപ്പറെല്ലാം അവിടെയും ഇവിടെയും കിടക്കുന്നത് കണ്ടു. അവൾ അതെല്ലാം എടുത്ത് ഒതുക്കി വെച്ചു. കർട്ടൻ മാറ്റി ജനലിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. ബാൽക്കണിയിൽ നിറയെ ചെടിച്ചട്ടികളിൽ ചുവന്ന റോസാപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അവ നോക്കി നിന്ന് അവൾ കർട്ടൻ നേരെയിട്ട് റൂമിലേക്ക് ചെന്നു. മേശമേലൊരു ഫോട്ടോ ഫ്രെയിം മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അതെടുത്ത് നോക്കി. നഥാനും ആൽവിനും ലക്കിയും കൂടിയുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത്. അവൾ നഥാന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൾ നോക്കുമ്പോൾ ഡ്രസ് സ്റ്റാൻഡിൽ നഥാന്റെ ഷർട്ടും പാൻസും എല്ലാം കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അതൊക്കെ വൃത്തിക്ക് വെച്ച് ബെഡിൽ വന്നിരുന്നു. മെല്ലെ കാതറിൻ ഉറക്കത്തിൽപ്പെട്ടു. നഥാൻ ഓഫീസിൽ നിന്നിറങ്ങി. എടാ, നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്ളാറ്റിലേക്ക് പോരെ, ലക്കി ആൽവിനോട് പറഞ്ഞു. ഓക്കെ. ലക്കിയുടെ കാർ റോഡിന്റെ വലത്തോട്ടും നഥാന്റെയും ആൽവിന്റെയും കാർ ഇടത്തോട്ടും തിരിഞ്ഞു. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ നഥാൻ ഒരു മോളിന് മുന്നിൽ കാർ നിർത്തി ഇറങ്ങുന്നത് ആൽവിൻ കണ്ടു. ഇവൻ മോളിൽ പോകുന്നത് പറഞ്ഞില്ലല്ലോ. കാറ് കുറച്ച് മുന്നോട്ട് നിർത്തി ആൽവിൻ ഇറങ്ങി മോളിലേക്ക് നടന്നു. ഇവനെന്താ ലേഡീസ് ഷോപ്പിൽ കാര്യം? ആൽവിൻ ഒളിഞ്ഞു നിന്ന് നോക്കി. കുറച്ചു നേരത്തിന് ശേഷം 2-3 കവറുകളായി നഥാൻ ഇറങ്ങി വന്നു. നഥാ, നഥാ! ആൽവിൻ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. എന്താടാ കയ്യിൽ? ഇത് ഡ്രസ്സ്. അതെനിക്ക് മനസ്സിലായി. ഈ ലേഡീസിന്റെ ഡ്രസ്സ് നിനക്കെന്തിനാ? അതോ, എടാ, ഇത് എന്റെ നെയ്ബറില്ലേ, ആ മാമിയാര്, അവര് പറഞ്ഞിട്ട് വാങ്ങിയതാ. ആൽവിൻ ഇരുത്തി മൂളി. അല്ല, നീ എന്താ ഇവിടെ? ഷേവ് ചെയ്യാൻ വന്നതാ. വല്ലാണ്ട് ഷേവ് ചെയ്യണ്ട, മുറിഞ്ഞു പോകും. നഥാൻ അതും പറഞ്ഞ് അവിടെ നിന്ന് നടന്നു. കാർ നിർത്തി നഥാൻ കവറുകളുമായി ഇറങ്ങി. ഡോറ് തുറന്ന് അകത്ത് കയറി. അലങ്കോലമായി കിടന്നിരുന്നതെല്ലാം വൃത്തിക്കിരിക്കുന്നത് കണ്ട് നഥാൻ ചുറ്റും നോക്കി. കവറെല്ലാം സോഫയിൽ വെച്ച് നഥാൻ റൂമിലേക്ക് ചെന്നു. കാതറിൻ അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. നഥാൻ അവളെ ഉണർത്താൻ നിൽക്കാതെ അടുക്കളയിലേക്ക് പോയി ചായ വെച്ചു. ബേക്കറിയിൽ നിന്നും വാങ്ങിയ സ്നാക്സൊക്കെ പ്ലേറ്റിലിട്ട് 2 കപ്പിലേക്ക് കട്ടൻ ഒഴിച്ച് അതുമായി ഹാളിൽ വന്ന് മേശയിൽ വെച്ച് റൂമിലേക്ക് പോയി. കാതറിൻ, കാതറിൻ! അവൻ അവളെ വിളിച്ചു. കാതറിൻ! പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേറ്റപ്പോൾ നഥാനും ഒന്ന് ഭയന്നു. കാതറിൻ നീങ്ങിയിരുന്നു. പേടിക്കണ്ട, ചായ കുടിക്കാൻ വിളിച്ചതാ. ഹാളിൽ ചായ ഇരിപ്പുണ്ട്. നഥാൻ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. നഥാൻ ചെന്ന് ബാൽക്കണിയിലേക്കുള്ള ഡോറ് തുറന്ന് സോഫയിൽ വന്നിരുന്നു. കാതറിൻ വന്ന് ചുമര് മറഞ്ഞ് അവനെ നോക്കി നിന്നു. അത് നഥാൻ കണ്ടു. നഥാൻ കപ്പ് അവൾക്ക് നേരെ നീട്ടി. അവൾ മെല്ലെ വന്ന് കപ്പ് വാങ്ങി നീങ്ങി നിന്നു. ആ ചെയറിലിരുന്നോളൂ. അവൾ ഇല്ലെന്ന് തലയാട്ടി. ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല, പറഞ്ഞല്ലോ. ഇന്നലെ നടന്നതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഇന്നലെ എന്തെങ്കിലും മോശമായി നടന്നിട്ടുണ്ടെങ്കിൽ അത് മദ്യത്തിന്റെ പുറത്താണ്. അവൾ ഒന്നും മിണ്ടിയില്ല. അവൾ ആ കസേരയിലിരുന്നു. ലഞ്ച് എന്താ കഴിച്ചേ? അവൻ ചോദിച്ചു. കപ്പ് മേശമേൽ വെച്ച് അവൾ കൈകൊണ്ട് ചതുരനെ കാണിച്ചു. ബ്രെഡോ? അവൻ ചോദിച്ചു. അവൾ തലയാട്ടി. ബ്രെഡ് മാത്രമോ? അല്ലെന്ന് അവൾ തലയാട്ടി. കപ്പെടുത്ത് കൈ പിടിച്ചു. ചായയും? വിശക്കുന്നില്ലേ? അവൻ ചോദിച്ചു. കൈകൊണ്ട് അവൾ കുറച്ചെന്ന് കാണിച്ചു. ഈ സ്നാക്സ് കഴിച്ചോ, നൈറ്റ് ഫുഡുണ്ടാക്കാൻ ഞാൻ, നഥാൻ പറഞ്ഞു. അവൾ ഒരു ചിപ്സ് എടുത്ത് കയ്യിൽ പിടിച്ചു. ഇത് തനിക്ക് വാങ്ങിയതാ. താൻ എന്തായാലും ജോലിക്ക് വന്നതല്ലേ,
ഞാനൊരു ജോബ് റെഡിയാക്കി തരാം. ജോബായാൽ തനിക്ക് ഏതെങ്കിലും വർക്കിംഗ് വുമൺ ഹോസ്റ്റലിൽ നിൽക്കാം. അതുവരെ എന്റെ ഡ്രസ്സ് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അവൻ നീട്ടിയ കവറുകൾ അവൾ വാങ്ങി. സൈസൊന്നും അറിയില്ല, തൽക്കാലം ഇത് യൂസ് ചെയ്യേ, പിന്നെ വേറെ വാങ്ങാം. താൻ കഴിക്കേ, ഞാൻ ഫ്രഷ് ആകട്ടെ. നഥാൻ എഴുന്നേറ്റ് പോയി. കാതറിൻ പ്ലേറ്റ് എല്ലാം എടുത്ത് അടുക്കളയിൽ കൊണ്ടുചെന്ന് വെച്ചു. ഹാളിലേക്ക് വന്ന് കവറെടുത്ത് റൂമിലേക്ക് ചെന്നു. കവറിൽ നിന്നും ഡ്രസ്സെല്ലാം എടുത്ത് അവൾ നോക്കി. നഥാൻ കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു. പാത്രമെടുത്ത് അവൻ ചപ്പാത്തിക്ക് മാവെടുത്ത് കുഴച്ചു. കാതറിൻ അടുക്കളയുടെ വാതിൽക്കൽ ചെന്ന് നിന്ന് നോക്കി. എന്തേലും വേണോ? നഥാൻ അവളെ കണ്ടപ്പോൾ ചോദിച്ചു. അവൾ പാത്രത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് എന്താ എന്ന് കൈകൊണ്ട് ചോദിച്ചു. ചപ്പാത്തിക്ക്. അവൾ കൈകൊണ്ട് ഉരുള ഉണ്ടാക്കുന്നത് കാണിച്ചു. നഥാന് മനസ്സിലായില്ല. എന്താ? അവൾ മടിച്ച് അവന്റെ അടുത്തേക്ക് ചെന്നു. മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുളയാക്കി. ഓ ഓക്കെ. നഥാൻ ചപ്പാത്തി പലകയെടുത്തു. അവൾ ഉരുളയാക്കി വെച്ചതെടുത്ത് പലകമേൽ വെച്ച് പരത്തി. അവൾ നഥാൻ ചെയ്യുന്നത് കണ്ട് നോക്കി നിന്നു. മുക്കും മൂലയും അവിടേക്കും ഇവിടേക്കും പോയ ചപ്പാത്തി പരത്തൽ കണ്ട് കാതറിൻ പെട്ടെന്ന് ചിരിച്ചു. അവൾ മാവെടുത്ത് അവന് നേരെ നീട്ടി. വിരൽ കൊണ്ട് അവനെ ചൂണ്ടിക്കാണിച്ച് മാവ് ഉരുളയാക്കാൻ ആംഗ്യം കാണിച്ചു. നഥാൻ മാറി നിന്നപ്പോൾ ഒരു ഉരുള എടുത്ത് കാതറിൻ പരത്തി. അവൻ അത് നോക്കി നിന്നു. പരത്തൽ കഴിഞ്ഞപ്പോൾ അവൾ അത് നഥാന് കാണിച്ചു കൊടുത്തു. കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള ചപ്പാത്തി കണ്ടപ്പോൾ അവന്റെ മുഖത്തൊരു ചിരി വിടർന്നു. നഥാൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ ഓരോ ഉരുളയും ഉരുട്ടിവെച്ചു. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നഥാൻ ഫ്രിഡ്ജിൽ എഗ്ഗ് എടുത്തു. അവൾ എന്തിനാ എന്ന് ചോദിച്ചു. കറിയുണ്ടാക്കാൻ. അവൾ കോഴിമുട്ടയിൽ തൊട്ട് അവളുടെ തലയിൽ ചൂണ്ടുവിരലുകൊണ്ട് 2 വട്ടം തൊട്ടു. കോഴിമുട്ടയും നിന്റെ തലയും? നഥാന് മനസ്സിലായില്ല. അവൾ കൈ നീട്ടിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ കോഴിമുട്ട വെച്ചു കൊടുത്തു. നഥാൻ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി. ഒരു പാത്രമെടുത്ത് അവൾ കോഴിമുട്ട വേവിക്കുവാൻ വെച്ചു. സബോള എടുത്ത് അരിയുന്നതിനിടയിൽ ബുക്കും പേനയും എടുത്ത് നഥാൻ വന്നു. നീ എന്തിനാ നേരത്തെ കോഴിമുട്ട തൊട്ട് നിന്റെ തലയിൽ തൊട്ടത്? അവൻ ബുക്കും പേനയും നീട്ടി. അവളത് വാങ്ങി എഴുതിക്കൊടുത്തു. കറിയുണ്ടാക്കാൻ അറിയുമോ എന്നായിരുന്നു അവൾ എഴുതിയത്. അപ്പോ അറിയുമോ എന്നതിനാണോ നീ തലയിൽ തൊട്ടത്? അതെ എന്ന് അവൾ തലയാട്ടി. ഓക്കെ. നഥാൻ ഒരു വിളറിയ ചിരി ചിരിച്ച് അവിടെ നിന്നും പോയി. ഹാളിലിരുന്ന് നഥാൻ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ബാക്കിയുള്ള വർക്ക് ചെയ്യുകയായിരുന്നു. അടുക്കളയിലെ പണികൾ കഴിഞ്ഞ് ഹാളിന്റെ ഒരറ്റത്ത് അവൾ വന്നിരുന്നു. നഥാൻ ലാപ്പിൽ നിന്ന് തല ഉയർത്തി അവളെ നോക്കി. അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് അവന് തോന്നി. എന്തേ? അവൾ നെഞ്ചിൽ കൈവച്ചു. നെഞ്ചുവേദനിക്കുന്നുണ്ടോ? അല്ലെന്ന് അവൾ തലയാട്ടി. അവൾ നെഞ്ചിൽ 2 തവണ തൊട്ടു. നിന്റെ? അവൻ സംശയത്തോടെ ചോദിച്ചു. അവൾ തോളിലിടുന്നത് പോലെ കാണിച്ചു. ഷോളാണോ ഇനി? അവൾ തലയാട്ടി. അവൾ ലാപ്ടോപ്പ് ചൂണ്ടി തോളത്തിടുന്നത് കാണിച്ചു. ഓ, ബാഗ്. നിന്റെ ബാഗല്ലേ? അത് കാറിലുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. അവൻ എഴുന്നേറ്റ് താഴേക്ക് പോയി ബാഗ് എടുത്തു വന്ന് അവൾക്ക് കൊടുത്തു. അവൾ അത് വാങ്ങി തുറന്നു നോക്കി. അവൾ ബാഗ് ചേർത്ത് പിടിച്ച് നിന്നിരുന്നു. അവൻ നോക്കുമ്പോൾ കാതറിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തേ? അവൻ ചോദിച്ചു. അവൾ നെഞ്ചിൽ കൈതട്ടി ചതുരനെ കാണിച്ച് കൈകൾ കൊണ്ട് കടലാസ് മറിക്കുന്നത് പോലെ കാണിച്ചു. എന്നിട്ട് ദൂരെ ചൂണ്ടിക്കാണിച്ചു. നഥാൻ ഒന്നും മനസ്സിലായില്ല. അവൻ നേരെ ബുക്കും പേനയും എടുത്തു കൊടുത്തു. എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ആ കമ്പനിയിലാണ്, അതെനിക്ക് വേണം. അവൾ എഴുതി കൊടുത്തു. അവനത് വായിച്ചു നോക്കി. അത് നമുക്ക് വാങ്ങാം, ഓക്കേ? അവൾ തലയാട്ടി. അവൾ അവനെ തന്നെ നോക്കി നിന്നു. എന്താ? നഥാൻ അവളെ നോക്കി. അവൾ അവനെ ചൂണ്ടിക്കാട്ടി ചൂണ്ടുവിരലുകൊണ്ട് നേരെ വരച്ച് കൈകൊണ്ട് എന്തെന്ന് കാണിച്ചു. നഥാൻ ഒന്ന് ആലോചിച്ചു. പേരാണോ ചോദിച്ചേ? നഥാൻ ഡാനിയൽ ഏഥൻ. വീണ്ടും അവൾ അവനെ ചൂണ്ടിക്കാട്ടി തലമുടി നീളനെ കാണിച്ചു കൊടുത്തു. പിന്നെ സ്വന്തം മുഖത്ത് വിരൽ കൊടുത്ത് മീശ വരച്ച് കാണിച്ചു. എന്നിട്ട് എവിടെയെന്ന് ചോദിച്ചു. തലമുടി, മീശ. അവൻ ആലോചിച്ചു.
സ് അവൾ വിളിച്ചു. അവൻ നോക്കി. അവനെ ചൂണ്ടിക്കാട്ടി കൈകൊണ്ട് താരാട്ട് കാണിച്ചു. ഓ, അമ്മയും അച്ഛനും എന്റെ. എനിക്ക് അച്ഛനും അമ്മയുമില്ല. ഞാൻ അനാഥനാണ്. ഒരു ഓർഫനേജിലാണ് വളർന്നത്. അവൾ തലയാട്ടി. പിന്നെയും അവൾ അവിടെ നിൽക്കുന്നത് കണ്ട നഥാൻ അവളോട് കസേരയിൽ ഇരുന്നോ എന്ന് പറഞ്ഞു. അവൾ അവിടെ ഇരുന്നു. അമ്മ എങ്ങനെയാ മരിച്ചേ? അവൻ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. അയ്യോ, കരയണ്ട. അവൾ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ആംഗ്യം കാണിച്ച് പൊട്ടിക്കരഞ്ഞു. അവളുടെ അമ്മയെ ആരോ തള്ളിയിട്ടതാണെന്ന് അവന് മനസ്സിലായി. താൻ കരയില്ലേ? നഥാൻ അവളുടെ തോളിൽ തട്ടിപ്പറഞ്ഞു. കരയണ്ട. നഥാൻ അവളുടെ കണ്ണുനീർ തുടച്ചുകൊടുത്തു. അവൾ നഥാനെ നോക്കി. ഫുഡ് കഴിക്കാം? അവൻ ചോദിച്ചു. വാ, അവൻ വിളിച്ചു. ഇരിക്ക്, അവൻ പറഞ്ഞു. അവൾ ടേബിളിനടുത്തുള്ള ചെയറിലിരുന്നു. പ്ലേറ്റ് എടുത്ത് നഥാൻ അതിൽ ചപ്പാത്തിയിട്ട് കറി ഒഴിച്ചു കൊടുത്തു. അവൾക്ക് നേരെ പോയി നഥാൻ ഇരുന്നു. കഴിക്കേ, അവൻ പറഞ്ഞു. നഥാൻ കഴിച്ചു തുടങ്ങിയപ്പോൾ അവളെ നോക്കി. മുട്ടക്കറി ഇങ്ങനെയാണല്ലേ ഉണ്ടാക്കുക? നഥാൻ അവളെ നോക്കി. എന്തേ? അവൾ കൈകൊണ്ട് ചോദിച്ചു. കറി സൂപ്പർ, അവൻ പറഞ്ഞു. താൻ എന്റെ റൂമിൽ കിടന്നോ, ഞാൻ ഈ സോഫയിൽ കിടന്നോളാം, നഥാൻ പറഞ്ഞു. അവൾ വേണ്ടെന്ന് ആംഗ്യം കാണിച്ചു. അവൾ സോഫയിൽ പോയിരുന്നു. ഞാൻ പറയുന്നത് കേൾക്ക്, ആ റൂമിൽ കിടന്നാൽ മതി, നഥാൻ അവളുടെ കൈ പിടിച്ചു. അവൾ നഥാനെ നോക്കി. സോറി, താൻ റൂമിൽ ചെന്ന് കിടക്ക്. നഥാൻ നിർബന്ധിച്ചപ്പോൾ അവൾ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. അവൻ സോഫയിൽ കിടന്നു. വാതിലടച്ച് കാതറിൻ തന്റെ ബാഗ് എടുത്ത് ബെഡിൽ വന്നിരുന്നു. ബാഗിന് സൈഡിലുള്ള അറ തുറന്ന് അവൾ ഒരു പേപ്പർ എടുത്തു. കെയ്റ്റ്, നീ എന്റെ പ്രിയപുത്രിയാണ്. നഥാൻ എനിക്ക് പ്രിയപ്പെട്ടവനും. നഥാന്റെ രക്തത്തിനായി അവർ വരും. നിന്റെ ജീവൻ കൊടുത്ത് നീ അവനെ രക്ഷിക്കുക. മൈക്കിൾ.